മക്കളെ നാളെയാണ് നമ്മുടെ അംഗം ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 5:20 വരെ ഓക്കെ നിങ്ങളുടെ ജില്ലകളിലേക്ക് സൈലം വരുവാണ് മോക്ക് ടെസ്റ്റുമായി. സോ അതിൽ നിങ്ങൾ എന്തൊക്കെയാണ് പാലിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് എൻ സാറിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സാമിനേഷൻ ഹാളിൽ ഓഫ്ലൈനായി എഴുതാൻ വരുന്ന സമയത്ത് നിങ്ങൾ പാലിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, എല്ലാ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് കാർഡ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് വരിക. എക്സെപ്റ്റ് 2 ഏരിയാസ്, 2 ഏരിയ ഒഴിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ അത് മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് വരും. ഏതൊക്കെ ഏരിയ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യാതിരിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല് തമ്പ് ഇംപ്രഷനിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട. അതേപോലെ നിങ്ങളൊരു കാൻഡിഡേറ്റ് സിഗ്നേച്ചർ പറയുന്നുണ്ട്, ആ 2 കോളോ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, അഡ്മിഷൻ ഹാളിൽ വെച്ച്, അതായത് എക്സാമിനേഷൻ ഹാളിൽ വെച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ അത്രയും സ്ട്രെങ്ത് ഉള്ള ടീമാണ് നമ്മുടെ എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയിട്ടുള്ളത്. അടുത്ത ഞായറാഴ്ച വീണ്ടും ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച 3 മോക്ക് ടെസ്റ്റുകളാണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ വരുന്നത്. സോ 3 മണിക്കൂറും 20 മിനിറ്റ് കമ്പാരിറ്റീവ്ലി 2015 മുതലുള്ള നീറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് എക്സസ് ആണ്. വേറെ നമ്മൾക്ക് കാര്യമായി ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടോകോൾ ആണ്. എല്ലാവരും മാസ്ക് ധരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം, എക്സാമിനേഷൻ ഹാളിൽ വരണം. ഓക്കെ, മാസ്ക് ഇട്ടുകൊണ്ട് മാത്രമേ എക്സാമിനേഷൻ ഹാളിൽ വരാൻ പാടുള്ളൂ. സാനിറ്റൈസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടുന്ന് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു വാലിഡ് ID പ്രൂഫും കൂടി നിങ്ങളുടെ കയ്യിൽ വേണം. നിങ്ങളെ ഹാൾ ടിക്കറ്റിൽ ഓൾറെഡി നിങ്ങൾ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ നിങ്ങളുടെ ID കാർഡും കൂടി വെച്ചുകൊണ്ട് വേണം നമ്മുടെ ഓഫ്ലൈൻ സെന്ററിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി. സോ മാസ്ക് മറക്കാൻ പാടില്ല, ID കാർഡ് മറക്കാൻ പാടില്ല. പിന്നെ എൻ സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ടാണ് നാളെ നമ്മൾ നീറ്റിന്റെ മോക്ക് ടെസ്റ്റ് എഴുതാൻ പോകുന്നത്. സോ എക്സാം എഴുതുന്ന എല്ലാ മക്കൾക്കും ഒരു ഓൾ ദി ബെസ്റ്റ്.